ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരിനാമകീർത്തനം. അതിമഹാനായി ഗന്ധർവാംശബോധനായി കവികളിൽ വെച്ച് മുമ്പനായ എഴുത്തച്ഛൻ ലോകോപകാരാർത്ഥമായും തൻ്റെ മകൾക്ക് ബ്രഹ്മജ്ഞാനമുദിപ്പാൻ വേണ്ടിയും ഉണ്ടാക്കിയ ഹരിനാമകീർത്തനമെന്ന ഗ്രന്ഥ പരിസമാപ്തിക്കായി ഇഷ്ടദേവതയാകുന്ന പരബ്രഹ്മസ്വരൂപനായ നാരായണനെ സ്മരിക്കുന്നു, നമസ്കരിക്കുന്നു ഓങ്കാരമെന്ന ശീലുകൊണ്ട്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണായ നമഃ. ഓങ്കാരമായ പൊരുൾ ബ്രഹ്മസ്വരൂപമാകുന്നു. ആ ബ്രഹ്മം മൂന്നായി പിരിഞ്ഞു എന്നത് ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും ശിവനുമെന്നാണ്. എന്നാൽ ഓങ്കാരമെന്നാൽ അകാരം, ഉകാരം, മകാരം ഇങ്ങനെ മൂന്നക്ഷരങ്ങളോട് കൂടിയതാകുന്നു. അത് അകാരം ബ്രഹ്മാവും ഉകാരം വിഷ്ണുവും മകാരം ശിവനും എന്നു വേദാന്തത്തിലും ഏകാക്ഷര നിഘണ്ടുവിലും പറഞ്ഞിരിക്കുന്നു. മഹാപ്രളയാവസാനത്തിൽ കാലശക്തിയാൽ മോദിക്കപ്പെട്ട ബ്രഹ്മത്തിന് മനസ്സുണ്ടായി. അതിൽ നിന്നു മായയുമുണ്ടായി. മായയിൽ നിന്നു മഹത്വത്ത അഹങ്കാര ആദികളുമുണ്ടായി. അങ്ങനെയുള്ള മഹത് അഹങ്കാരാദികൾ ത്രിമൂർത്തികളെയും ബന്ധിക്കുന്നു. അത് രാജസ അഹങ്കാരത്തിൽ ബ്രഹ്മാവും സാത്വിക അഹങ്കാരത്തിൽ വിഷ്ണുവും താമസാഹങ്കാരമായി ശിവനും വർത്തിക്കുന്നു. അതിനാൽ അവർ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണഭൂതന്മാരാകുന്നു. അങ്ങനെ സൃഷ്ടിയുണ്ടായി എന്നുള്ളതിന് താൻ തന്നെ സാക്ഷിയായും ഭവിക്കുന്നു എന്ന് എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടി അനേക രൂപവാനായ ഈശ്വരൻ ഒരു സ്വരൂപനായും ഗുരുവായും ഭവിക്കുന്നു. അത് സച്ചിദാനന്ദ പരമഗുരുവാണ്. അങ്ങനെ പരമഗുരു സ്വരൂപനായിട്ടുള്ള നാരായണ, നിനക്കു നമസ്കാരം. ഹരി എന്നത് സകല ജനങ്ങൾക്കും ആധ്യാത്മികമായും ആദിദൈവികമായും ഉള്ളതായ ത്രയത്തെയും കളയുന്നവൻ എന്നർത്ഥമാക്കുന്നു. ഹരി എന്ന സംഖ്യ 28. അതുകൊണ്ട് 28 കോടി നരകത്തിൽ നിന്നും ഉദ്ധാരണം ചെയ്യുന്നവനെന്നുകൂടി അർത്ഥമാകുന്നു. നാരം അയനം യസ്യ നാരായണ എന്നതിനാൽ മഹാപ്രളയത്തിൽ സകല ലോകങ്ങളെയും സംഹരിച്ച് കാരണജലത്തിൽ അനന്തനാകുന്ന പള്ളിമെത്തമേൽ സച്ചിദാനന്ദ സ്വരൂപനായി പള്ളി കൊള്ളുന്നവൻ എന്നാകുന്നു. സംഹൃത്യ ലോകാൻ വടപത്രമധ്യ ശയാനമാദ്യന്ത വിഹീനരൂപം എന്ന് പ്രമാണവുമുണ്ട്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.